കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഇതിനുശേഷമാവും തെളിവെടുപ്പ്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ വിഷം കഴിച്ചിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇത് അത്യന്തം ആ ഭാഗത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ആതിരയുടേത്. കൂടുതൽ തെളിവുകൾ, ഇതിന് മറ്റ് സാക്ഷികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇയാളിൽ നിന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. എപ്പോഴായിരിക്കും തെളിവെടുപ്പ്? ശ്രീജേഷ്, ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ രാത്രി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് സംഘം. കാരണം പ്രതിയെ സ്ഥലത്തേക്ക് എത്തിച്ചാൽ ഉണ്ടാകാനുള്ള ഒരു ജനരോഷം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം പോലീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രമേ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് സൂചന. അല്പസമയത്തിനകം ആറ്റിങ്ങൽ ഡിവൈഎസ്പി കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അപ്ഡേറ്റ്സ് അദ്ദേഹം വിശദീകരിക്കും. ഈ പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും അതിലേക്ക് നയിച്ച സാഹചര്യം എന്ത് എന്നതിനെ സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ആവശ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതിയുടെ ആരോഗ്യനില കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് അങ്ങനെയൊരു ഗൌരവതരമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ചോദ്യം ചെയ്യൽ അങ്ങനെയൊരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ അത് പ്രതിയുടെ ആരോഗ്യനില വീണ്ടും വഷളാക്കുന്ന തരത്തിലേക്കും മാനസിക സമ്മർദ്ദം ഉയരുന്ന തരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയാൽ അത് പോലീസിന് പിന്നീട് നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് പ്രതികൂലമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകാതിരുന്നത്. പക്ഷേ ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം സർട്ടിഫൈ ചെയ്തതിന് പിന്നാലെയാണ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്ക് വേണ്ടി കഠിനംകുളത്ത് എത്തിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് പോലീസ്. പക്ഷേ സ്ഥലത്തിപ്പോഴും ഒരു ജനരോഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിയുമായി സംഭവ സ്ഥലത്തേക്ക് പെട്ടെന്ന് തെളിവെടുപ്പിന് പോയാൽ ഉണ്ടാകാനിടയുള്ള ഒരു ക്രമസമാധാന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ തന്ത്രപരമായി രഹസ്യമായി നീക്കങ്ങൾ മതി എന്നൊരു തീരുമാനത്തിൽ പോലീസ് ഇപ്പോഴും തുടരുന്നത്. അല്പസമയത്തിനകം നമ്മളിപ്പോൾ ഉള്ള കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കഠിനംകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജോൺസനെ ഇന്നലെ രാത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത്. ജോൺസണുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ജനരോഷം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല. ഈ സ്റ്റേഷനിലേക്ക് എന്തായാലും ഇയാളെ എത്തിച്ചിട്ടില്ല. നേരിട്ട് കോടതിയിൽ ഹാജരാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ASI മധുവിന് പരിക്കേറ്റു. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. കൊച്ചിയിൽ ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തന്നെ ലഹരി മാഫിയ തിരിഞ്ഞതിന്റെ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ASI മധുവിന് പരിക്കേറ്റു. ഈ ആക്രമണത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പലയിടങ്ങളിൽ നിന്ന് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ലഹരി മാഫിയ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ആക്രമിച്ച് രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം.
നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇത് എവിടെ എപ്പോഴാണ് സംഭവിച്ചത്? ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്രീജ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കലൂർ പൊതുമാർക്കറ്റിന് സമീപം വെച്ച ഈ ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് SI മധുവിന് ആക്രമണം ഉണ്ടാകുന്നത്. ഈ മധു അവിടെ ഈ കലൂർ പൊതുമാർക്കറ്റിന് സമീപം ഈ ലഹരി കുട്ടികൾ വലിയ രീതിയിൽ ലഹരി കൈമാറ്റം ചെയ്യുന്നുവെന്നും ലഹരികൾ ഉപയോഗിക്കുന്നുവെന്നൊക്കെ നാട്ടുകാരുടെ വലിയ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ മതിൽക്കെട്ടിന് പുറത്ത് വെച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ആക്രമണം ഏൽക്കുന്നത്. ഒരു പെൺകുട്ടിയും ഒപ്പം ഒരു യുവാവും അവിടെ സംസാരിച്ച് നിൽക്കുന്നതും കുറെ യുവാക്കൾ അവിടെ കൂടി നിൽക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ഒപ്പമുണ്ടായിരുന്ന ഒരു കൗമാരക്കാരൻ, 17 വയസ്സേ ആയിട്ടുള്ളൂ, തൃശൂർ സ്വദേശിയാണ്, പക്ഷേ കൊച്ചിയിലാണ് കുറച്ചധികം നാളുകളായി താമസിക്കുന്നത്. ഈ കൗമാരക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഇടിവള ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് ഇടിച്ച് മർദ്ദനമുണ്ടാക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്റെ നില തൃപ്തികരം തന്നെയാണ്. ഈ കൗമാരക്കാരനെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഒരു ലഹരി മാഫിയ സംഘത്തിന്റെ കണ്ണിയാണ് താനെന്നും താൻ ലഹരി ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങൾ ഈ കുട്ടി പോലീസിനോട് വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. ഈ കുട്ടിക്ക് ആരാണ് ഈ ലഹരി നൽകുന്നത്, ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ലഹരി ഉപയോഗം കൂടുതലാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്കിടയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അത് പൊതുസമൂഹത്തിന് തന്നെ വളരെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് അടക്കം കുട്ടികളെ നയിക്കുന്ന തരത്തിലേക്ക് ഈ ലഹരി മാറുന്നു എന്നൊരു സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ അത് പരിശോധിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൗമാരക്കാരനാണ്, 17 വയസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കുട്ടിയുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടാൻ കഴിയാത്തത്. ഈ കലൂർ പൊതുമാർക്കറ്റിൽ വൈകുന്നേരത്തൊക്കെ കുട്ടികളുടെ വലിയ രീതിയിൽ ലഹരി ഉപയോഗവും ശല്യവും ഉണ്ടെന്നൊക്കെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് അന്വേഷിക്കാൻ എത്തിയതായിരുന്നു മധു. ശ്രീജ, ASIക്ക് നേരെയാണ് 17 വയസ്സുകാരന്റെ ആക്രമണമുണ്ടായത്. ഞെട്ടിക്കുന്ന വാർത്തയാണിത്. പലതരം ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളിൽ ലഹരി സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഒരു 17കാരൻ ഇടിവള ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതാണ് വാർത്ത. നവമി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എത്രയോ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് നിയന്ത്രിക്കണമെന്നാണ്. അവർക്ക് നേരെ കൂടി ആക്രമണം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നതായിരിക്കും പോലീസിനും അധികൃതർക്കും മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും ശ്രീജ, ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അടുത്തേക്ക് എത്തുക, അവരെ പിടികൂടുക എന്ന് പറയുന്നത് കേരള പോലീസിന് പോലും വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ്. ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഏത് രീതിയിൽ എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. ന്യൂ ഇയറിന്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ ഇത്തരത്തിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് 14ഉം 16ഉം വയസ്സുള്ള കുട്ടികളോട് ഇത് ചോദ്യം ചെയ്യാനെത്തിയ 30കാരനെ അത് ദാരുണമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഈ ലഹരി കാരണം കുട്ടികൾ കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ ആക്രമണത്തിലേക്കുമൊക്കെ എത്തുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. ഇനി എന്ത് വിശ്വാസത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയാൽ പോലീസ് എങ്ങനെയാണ് ഇവരെ പിടികൂടുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇവരെ കയ്യിൽ മാരകായുധങ്ങളുമായാണ് പലപ്പോഴും കുട്ടികൾ നടക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വരുന്നവരെ ഈ ലഹരിയിൽ അടിമപ്പെട്ട് കിടക്കുന്ന കുട്ടികൾ ഉപദ്രവിക്കുവാൻ ഒട്ടും മടിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഏറ്റവും ഒടുവിലായി കലൂരിൽ പൊതുമാർക്കറ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ മുഖത്ത് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. കയ്യിൽ കരുതിയിരുന്ന ഇടിവള ഉപയോഗിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത്
ക്രൂരമായി ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. എന്തായാലും പോലീസിന്റെ പരിശോധന വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ശ്രീജ, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. CCTV ദൃശ്യങ്ങളിൽ കാണാം 17 വയസ്സുകാരനായ ഒരു കൗമാരക്കാരനാണ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം നടത്തിയത്. ഇത് കൊച്ചി കലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. യുവാക്കൾ കൂടി നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആണ് ആക്രമണം ഉണ്ടായത്. ഈ 17കാരൻ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്.